വിളിച്ചുകൊണ്ട് മാത്രം ഈ ടൈം ആയപ്പോൾ ഞാൻ നീറ്റ്, അല്ലെങ്കിൽ ഞാൻ നീക്കില്ലായിരുന്നു. ബിക്കോസ് അവർക്ക് പുറത്ത് പോകാണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ നോമ്പെടുത്ത ഡേ ആണ് കേട്ടോ. പിന്നെ ലേറ്റായിട്ട് നീക്കുള്ളൂ. നോമ്പെടുക്കുന്ന ഡേ അങ്ങനെ തന്നെയാണ്. പിന്നെ ഫ്രഷപ്പൊക്കെ ആയി അതിന് ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ താഴോട്ടെത്തിയത്. അപ്പോൾ പിന്നെ അവർക്ക് പോകാനായി. പിന്നെ എനിക്ക് കൊറിയർ വന്നിരുന്നു, അതൊക്കെ അൺബോക്സ് ചെയ്തു. പിന്നെ കുറേ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പ്രത്യേകിച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കാനില്ലായിരുന്നു. കാരണം നോമ്പല്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, വെറും കിടത്തം തന്നെയായിരുന്നു. പിന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതൊരു സംഭവം നടന്നു. ഈവനിങ് എനിക്ക് ഗിഫ്റ്റ് കിട്ടി. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസ് ആയിട്ട് അവരെ ഫ്രണ്ടിൻ്റെ അടുത്ത് എനിക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നു. അയ്യോ, സത്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടത്. പിന്നെ നോമ്പൊക്കെ തുറന്നു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ പ്രയർ ടൈമും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റോട്ട് പോയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1 വീക്കായിട്ട് നമ്മൾ റോഡിൽ മെയിനായിട്ട് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഭാരത് ബെൻസ്. അവർ ഈ എയർപോർട്ടിലോട്ട് മണ്ണ് കൊണ്ടുപോകാൻ കേട്ടോ. എങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ക്യാഷ് ഒന്നും കൊടുക്കണ്ടോ, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റഡ് ആവും എന്തിന് വീഡിയോസ്